ഓരോരു ഇതളായിട്ടിരിക്കുന്നുണ്ട്. ആയിക്കോട്ടുകാരെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കോഴിക്കോട്ടുകാരുള്ള സ്പെഷ്യൽ ഐറ്റമായ ചിക്കൻ ചട്ടിപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അത് ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്ന അതേപോലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാന്ന് കാണാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 400 ഗ്രാം കോഴിയിറച്ചിയാണ്. അത് ഞാൻ ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ട് നന്നായിട്ട് വേവിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഇറച്ചി ഞാൻ കൈ കൊണ്ട് പൊടിച്ചിട്ടിങ്ങനെ ചെറുതായിട്ട് നമുക്ക് പൊടിച്ച് വേറൊരു പാത്രത്തിലേക്ക് ആക്കാം. ഇത് മിക്സിയിലിട്ടടിച്ചാലേ നല്ല അരഞ്ഞു പോവും. അത് നമ്മൾക്ക് കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടില്ല. അത് കടിക്കാൻ കിട്ടുമ്പോഴല്ലേ നമുക്ക് തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അഥവാ മിക്സിയിലിട്ട് അടിക്കുകയാണെങ്കിൽ 1-2 കറക്ക് ഇറക്കിയിട്ടെടുക്കുക. അങ്ങനെ ഇതേപോലെ എല്ലാ ഇറച്ചി ഇങ്ങനെ പൊടിച്ചെടുക്കുക. ഇങ്ങനെ പൊടിച്ചാൽ തന്നെ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച പൊടിയൊക്കെ ആയി വരുള്ളൂ. കണ്ടില്ലേ? അതവിടെ ഇരുന്നോട്ട്. നമുക്കിനി പത്തിരിക്കുള്ള മാവ് കുഴച്ചെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് മൈദ മാവാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിനി കുഴയ്ക്കാം. നമുക്കിതിൽ 8 പത്തിരിയാണ് കിട്ടുക. അതിൽ നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ഇടാം. അപ്പോൾ ഒന്ന് നമുക്ക് മിക്സാക്കാം. നമുക്കിതിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴയ്ക്കാം. മൈദമാവ് കലക്കിയിട്ട് കനം കുറച്ച് ദോശ ഉണ്ടാക്കും ചിലവർ. ആ ദോശയിലും ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് പത്തിരി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വെക്കുന്നതാണ്. പലരും പല രീതിയിൽ ചെയ്യും. ഞാനുണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇനി നമുക്കിത് കുഴച്ചത് മതി. നമുക്കിനി പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് അതിലേക്കുള്ള മസാല നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്കിനി ചട്ടി അടുപ്പത്ത് വെച്ച് കത്തിക്കാം. ചട്ടി ചൂടായ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ അളവ് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മീഡിയം ഉള്ളിയിൽ 3 വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. സവാള അത് ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇത് നല്ല ഒന്ന് ഇളക്കി വാട്ടിയെടുക്കുക. ഉള്ളി വല്ലാതെ ഒരു ബ്രൗൺ കളർ അങ്ങനെ ഒന്നും ആവണ്ട കേട്ടോ. ഉള്ളിയൊക്കെ ഒന്ന് കുഴഞ്ഞ് വാടിയാൽ മതി. നമുക്കിതിൽ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 പച്ചമുളകാണ്. അത് ഇട്ട് കൊടുക്കാം, ചെറുതായിട്ട് അരിഞ്ഞത്. അതിൻ്റെ പച്ചമണം കൂടി ഒന്ന് പോട്ടെ, അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുക്കാം. അതിന് നമുക്ക് ഒന്ന് അതിൻ്റെ പച്ചമണം പോട്ട്, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും. ഇപ്പം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം പോയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മസാലകൾ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ വാടിയാൽ മതിയെ, നല്ലതുപോലെ ബ്രൗൺ കളറൊന്നും ആവണ്ട. ഞാനിവിടെ 1 ടീസ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട്. ഞാൻ സാധാ മുളക് പൊടിയാണ് ഇടുന്നത്. കാശ്മീർ മുളക് പൊടിയൊക്കെ ആണെങ്കിൽ ഒരു കളറൊക്കെ കിട്ടും. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്. 1 ടീസ്പൂണ് ചിക്കൻ മസാല ഇടുകയാണ്. ഇനി ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല ഇട്ടാലും മതി. ഇനി ഇടുന്നത് പെരുംജീരകം ചതച്ചതാണ്, ഒരു 1/2 ടീസ്പൂണ്. 1 ടീസ്പൂണ് കുരുമുളക് പൊടി, ഒരു 3/4 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. മസാലകളുടെ ഒരു പച്ചമണമൊക്കെ അങ്ങ് പോട്ട്. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ലേശം മല്ലിച്ചപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 കപ്പ് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മല്ലിച്ചപ്പിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഇറച്ചി നമ്മൾ
പൊടിച്ച് വെച്ച ഇറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇറച്ചിയും മസാലയുടെ കൂടെ കിടന്നൊന്ന് ചൂടാവട്ടെ. നമ്മൾ ഇറച്ചിയിൽ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. ഇനി നമുക്കിത് മിക്സാക്കിയിട്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പാകമില്ലെങ്കിൽ മാത്രം ഉപ്പിട്ടാൽ മതി. ഇതാ ഇപ്പം നല്ലതുപോലെ ഇതായിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിനെ ഇറക്കി വെക്കാം. ഇത് നമ്മൾ മസാല ഉണ്ടാക്കൽ കഴിഞ്ഞ് അതവിടെ ഇരുന്നോട്ട്. ഇനി നമ്മൾ കുഴച്ച് വെച്ച മൈദ മാവ് പരത്തി പത്തിരിയാക്കി എടുക്കുക. നമുക്കിതിങ്ങനെ ഉരുട്ടിയിട്ട് 8 കഷ്ണങ്ങളാക്കി എടുക്കാം. നമുക്കിതിൻ്റെ 8 പത്തിരിയാണ് ആവശ്യം. അതാണ് നമ്മൾ 8 എണ്ണം ആക്കണത് കേട്ടോ. നമുക്കിനി ഇത് 8 കഷ്ണമാക്കി എടുക്കാം കേട്ടോ. നമുക്ക് ഒന്നൊന്നായിട്ട് ഉരുട്ടി ഇതിൻ്റെ മേലെ നമുക്ക് ഇച്ചിരി ഓയിൽ പുരട്ടി കൊടുക്കാം. ഇച്ചിരി നല്ല പുരട്ടി കൊടുക്കണേ, പേരിന് പുരട്ടാൻ പാടില്ല. ഇതിലൊരു തുള്ളി പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം. അതേപോലെ ഇതും പരത്താം. നമുക്ക് ഇതിലും അതേപോലെ ഓയിൽ പുരട്ടാം. ഒരു നുള്ള് ഇതിൽ അതേപോലെ പൊടിയിട്ട് കൊടുക്കാം. ഇത് അതേപോലെ ഇതിൻ്റെ മുകളിൽ തൂക്കി വെക്കാം. നമുക്ക് ഒന്നും കാട്ടണ്ട, ഇതിൽ ഇങ്ങനെ വെക്കാം. നമുക്കിത് ഇങ്ങോട്ടെടുത്ത് വെച്ചിട്ട് പരത്താം. ഒക്കെ നമുക്ക് നൈസായിട്ട് പരത്തിയെടുക്കാം. ദാ ഈ പാത്രത്തിൻ്റെ വലിപ്പത്തിലാണ് നമ്മൾ ഈ പരത്തുന്നത് കേട്ടോ. കണ്ടില്ലേ? ഇനി നമുക്കിത് ചുട്ടെടുക്കാം. നമ്മളിങ്ങനെ പരത്തിയെടുക്കുമ്പോൾ നമ്മൾ ഏതാ പാത്രത്തിൽ വെക്കണമെന്ന് വെച്ചാൽ ആ പാത്രത്തിൻ്റെ വലിപ്പത്തിൽ വേണം പരത്താൻ കേട്ടോ. ഇനി വലിയ പാത്രമാണെങ്കിൽ വലുതായിട്ട് ഉണ്ടാക്കണമെങ്കിൽ മാവ് ഇച്ചിരി അധികം എടുത്ത് ഉരുട്ടിയാൽ മതി. അപ്പോൾ ഇച്ചിരി കൂടി വലിപ്പം കിട്ടും. നമ്മളിനി പരത്തിയ പത്തിരി ഒന്ന് ഇതിലിട്ട് ചൂടാക്കി എടുക്കുക. വല്ലാതെ വേകാനൊന്നും പാടില്ല, ചൂടാവാനേ പാടുള്ളൂ. അപ്പം ഓല പോലെ ഓരോരോ ഇതളായിട്ട് ഇങ്ങനെ ഇളകി വരും. അപ്പം നമുക്കിനി ഊരിയെടുത്താൽ മതി. അതിനാണ് നമ്മൾ ഈ ചൂടാക്കി എടുക്കണത്. ഒന്ന് ചൂടാവാനേ പാടുള്ളേ. ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ നമ്മൾ സമൂസയൊക്കെ ഉണ്ടാക്കണ ഓലല്ലേ, അതേപോലെ ഇളകി വരും. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി ഉരിച്ചെടുക്കണം. വേകാൻ പാടില്ല കേട്ടോ. ഇത് കണ്ടില്ലേ ഓരോന്ന് ഉരിഞ്ഞുരിഞ്ഞ് വരുന്നത്. ചെറിയ ചൂടോടെ തന്നെ എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് ഊരിപ്പോരില്ല, പൊട്ടിപ്പോവും. ഇതാണ്ടല്ലേ ഇത്രയും കനേ പാടുള്ളൂ.
കണ്ണാടി പോലെ കാണുന്നുണ്ടല്ലേ? ഇതാ വാ ഇതാ ഇത് കണ്ടില്ലേ? ഇങ്ങനെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ 1 കപ്പ് മൈദ മാവെടുത്ത് 1 കോഴിമുട്ട എടുത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് ദോശയ്ക്ക് അടിച്ച് കലക്കണ പോലെ കലക്കിയെടുക്കുക. എന്നിട്ട് അത് നല്ല നൈസായിട്ട് ദോശ ഉണ്ടാക്കിയെടുക്കുക. അത് ഇതേമാതിരി ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് കോഴിമുട്ട കലക്കിയെടുക്കാം. ഞാനിവിടെ ഒരു 6 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ചെറിയ കോഴിമുട്ട കാരണം ഇത് കണ്ടില്ലേ? കുഞ്ഞു കോഴിമുട്ട. വലിയ കോഴിമുട്ടയാകുമ്പോൾ 4 എണ്ണമോ 5 എണ്ണമൊക്കെ എടുത്താൽ മതി. ഇത് ഞങ്ങളുടെ കോഴിയിട്ട ചെറിയ മുട്ടയാണ്, അതുകൊണ്ടാണ് 6 എണ്ണം എടുത്തത്. ഇത് കുറച്ച് വലിപ്പമുള്ള പാത്രത്തിൽ വേണം മുട്ട അടിച്ച് കലക്കാൻ കേട്ടോ. അത് നമുക്ക് മറ്റേത് മുക്കിയെടുക്കാനുള്ളതാണ്. നമുക്കിതിലിനി ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 സ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കുക. നമുക്കിനി നന്നായിട്ടൊന്ന് അടിച്ച് കലക്കാം. ഇത് മിക്സായി കഴിഞ്ഞേ നമുക്കിപ്പോൾ പത്തിരിയും കോഴി ഇറച്ചി മസാല ഉണ്ടാക്കിയതും ഇത് മുക്കിയിടാനുള്ള മുട്ടയും പാത്രവും ഒക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റാക്കി എടുക്കാം. ഞാൻ ഈ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇത് ഏറ്റവും പരന്ന കുഴിയുള്ള പാത്രത്തിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ ഉണ്ടാക്കുന്നത് ഈ പാത്രത്തിലാണ്. ഇനി നമുക്ക് നമ്മൾ ഈ ഉണ്ടാക്കുന്ന പാത്രത്തിൽ ആദ്യം എല്ലായിടത്തും ഒന്ന് നെയ്യ് പുരട്ടി വെക്കാം. ഇതിൻ്റെ സൈഡിലൊക്കെ പുരട്ടണേ. ഇനി നമുക്ക് ഈ പത്തിരി ഈ മുട്ടയിലൊന്ന് നമുക്കിട്ട് മുക്കാം. മുക്കിയിട്ട് പിന്നെ അടുത്ത വശവും മുക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ എടുത്ത് ഇടുക, ഇങ്ങനെ വെക്കുക. ഇനി നമുക്കിതിൽ മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. സൈഡിൽ വല്ലാതെ സൈഡിൽ വെച്ച് കൊടുക്കരുത്. ഈ നടുക്ക് മാത്രം ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഈ വലിയ പാത്രം എടുക്കണം പറഞ്ഞത് ഇതുകൊണ്ടാണ്. നമ്മളിത് മുക്കിയെടുക്കാൻ എളുപ്പത്തിന് അത് ഇതുപോലെ കറക്റ്റാണ് വെച്ച് കൊടുക്കുക. ഏത് ഈ സൈഡിൽ നിന്ന് ഒഴിവാക്കി ഈ ഒരു ലെവലിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ആ ഇനി നമുക്ക് ബാക്കിയുള്ള കോഴിമുട്ട ഈ സൈഡുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കും, പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അതിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ടായിട്ടുണ്ട്. കോഴിമുട്ടയൊക്കെ ഉള്ളിലേക്ക് ഇറങ്ങി പോയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മൂടി വെക്കാം. നമുക്കിനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇത് നമ്മളൊരു മീഡിയം ലെവലിൽ തീ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു ചൂടുള്ള ചട്ടിയിൽ ഇത് തൂക്കി വെക്കുക. തൂക്കി വെച്ചിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് അതേപോലെ മീഡിയം ലെവലിൽ തീ വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇനി നമുക്ക് ഇപ്പോൾ 5 മിനിറ്റായി. നമുക്കിനി ഇറക്കിയിട്ട് ചൂടുള്ള ചട്ടി ഇവിടെ ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്, അതിൽ വെക്കാം. മാറ്റി ഇവിടെ വെക്കാം. വെച്ചിട്ട് ഈ ചട്ടി നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇത് നല്ല ചൂടായ ഒരു ചട്ടിയാണ് കേട്ടോ. ഇനി നമുക്ക് ഇത് തൂക്കി ഇതിൽ വെച്ച് കൊടുക്കാം. ഇനി ഏറ്റവും കുറഞ്ഞ ലെവലിൽ ഒരു 10 മിനിറ്റ് കൂടി വേകട്ടെ.
അങ്ങനെ നമ്മളെ ചട്ടിപ്പത്തിരി 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അയവ നല്ല പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് കൊട്ടിയെടുക്കാം. ഇറക്കി വെക്കാം. നമുക്ക് ഇതിൽ ഇങ്ങനെ വെക്കാം കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് ഇനി ഇതിങ്ങനെ അടുപ്പത്ത് വെക്കാം. നേരത്തെ പോലെ 5 മിനിറ്റ് നമുക്കൊരു കുഞ്ഞ് ചെറിയ തീയിൽ വെക്കാം. അത് നമുക്കൊന്ന് മൂടി വെക്കാം. ഇത് വേവിക്കുമ്പോൾ തീ ഒരു പ്രധാന സംഭവം കേട്ടോ. അല്ലെങ്കിലോ അടി കരിഞ്ഞു പോവും. നല്ല ശ്രദ്ധിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. ഇപ്പം നമ്മുടെ ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ? അയ്യ എന്തൊരു പൊന്തലാ പൊന്തിക്കണ്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് കൊട്ടാം. അങ്ങനെ നമ്മുടെ ചട്ടിപ്പത്തിരി ചൂടൊക്കെ ആറിയിട്ടുണ്ട്. നമുക്കിനി ഇത് മുറിച്ച് നോക്കാം. അയ്യ കണ്ടില്ലേ? ഓരോരു ഇതളായിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പക്ഷെ ഉണ്ടാക്കാൻ കുറച്ച് പ്രയാസമാണ്. എന്നാലോ പ്രയാസപ്പെട്ട് ഉണ്ടാക്കുമ്പോൾ തിന്നാൻ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം.